തിരുവനന്തപുരം കാട്ടാക്കട പോക്സോ കോടതിയിലെ തീപിടുത്തത്തിൽ അട്ടിമറി സാധ്യത തള്ളാതെ പോലീസ് തീയിട്ടതാണോ എന്ന് പരിശോധിക്കും. ഫോറൻസിക് സംഘം കെട്ടിടത്തിൽ പരിശോധന നടത്തും. പി അരുൺ വിശദാംശങ്ങൾ നൽകും. അരുൺ, ഒരു കോടതി കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമല്ല. എന്തായാലും ഇനി എന്തെങ്കിലും അസാധാരണമായ സാഹചര്യത്തിൽ ഒരുപക്ഷെ ഷോർട്ട് സർക്യൂട്ടോ മറ്റോ ഉണ്ടാവും. പക്ഷേ ഈ അട്ടിമറി സാധ്യത പോലീസ് തള്ളാതിരിക്കുന്ന ഒരു സാഹചര്യം എന്താണ്? ഏറ്റവും പ്രധാനം കാട്ടാക്കട പോക്സോ കോടതിയിലെ തൊണ്ടി മുതൽ സൂക്ഷിക്കുന്ന മുറിയിലാണ് തീപിടുത്തമുണ്ടായത്. സ്വാഭാവികമായി അതാണ് ആദ്യ സംശയം. തൊണ്ടി മുതൽ സൂക്ഷിക്കുന്ന മുറിയിൽ തീപിടുത്തം ഉണ്ടാകണമെങ്കിൽ അല്ലെങ്കിൽ അവിടെ ഒരു അട്ടിമറി സംശയിക്കാൻ കാരണം അതാണ്. തൊണ്ടി മുതൽ നശിപ്പിച്ചാൽ പലർക്കും അതിന്റെ ഗുണമുണ്ടാകും. കോടതിയിൽ പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതി കൂടിയായതുകൊണ്ട് അതുകൊണ്ട് തന്നെ അത്തരമൊരു സംശയം പോലീസിനുണ്ട്. മാത്രമല്ല, ഈ തീ പുറത്തേക്ക് പടർന്നിരുന്നില്ല. കോടതി കെട്ടിടത്തിൽ മാത്രം ഒതുങ്ങി നിന്നു. ഇതുകൂടിയാണ് പോലീസിന്റെ സംശയത്തിൽ ഉണ്ടാക്കുന്നത്. ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് അവിടെ തീപിടുത്തം ഉണ്ടായത്. അതിനുശേഷം കാര്യമായ പരിശോധനകൾ പോലീസ് ഫയർഫോഴ്സ് തീ അണച്ചു. അതിനപ്പുറത്തെ കാര്യമായ പരിശോധന കടന്നില്ല. ഇന്ന് ഫോറൻസിക് സംഘവും മറ്റ് വിരലടയാള വിദഗ്ധരടക്കമുള്ളവർ അവിടെ പരിശോധന നടത്തും. അട്ടിമറി സാധ്യത പോലീസ് തള്ളുന്നില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അട്ടിമറി സാധ്യത ഉണ്ടെന്ന് തന്നെ പോലീസ് കരുതുന്നു. ഇന്ന് രാവിലത്തെ പരിശോധനകളുടെ പ്രധാനപ്പെട്ടതാകും. നമുക്കറിയാം, പലപ്പോഴും കോടതി മുറികളിലെ തീപിടുത്തമൊക്കെ മറ്റ് അട്ടിമറി കാര്യങ്ങളിലേക്ക്, അട്ടിമറി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. ഇവിടെയും അത്തരമൊരു സാധ്യതയാണ് പോലീസ് സംശയിക്കുന്നതും പരിശോധിക്കുന്നതും. നിലവിൽ പോലീസിന് അതിന് അട്ടിമറിയൊന്നും തെളിവുകൾ ലഭിച്ചിട്ടില്ല. ഷോർട്ട് സർക്യൂട്ട് എന്ന ഒരു പ്രാഥമിക നിഗമനം തന്നെയാണുള്ളത്. ഇലക്ട്രിസിറ്റി ബോർഡിന്റെയൊക്കെ ഉദ്യോഗസ്ഥരുടെയൊക്കെ കൃത്യമായ പഠനങ്ങൾ ഇതിന് പിന്നിലുണ്ടാകും, അന്വേഷണം ഉണ്ടാകും. അതിനുശേഷമാകും പോലീസ് നിഗമനത്തിലേക്ക് എത്തുക. ഫോറൻസിക് സംഘത്തിന്റെ പരിശോധന റിപ്പോർട്ടുകളുടെ പ്രധാനപ്പെട്ടത് രാവിലെ തന്നെ ഈ ഫോറൻസിക് സംഘം അവിടെ എത്തി പരിശോധിക്കാനാണ് സാധ്യത. അട്ടിമറി സാധ്യത ഉണ്ടെങ്കിൽ അത് ഒരുപക്ഷെ ആരാണ് അതിന് പിന്നിലെന്ന കാര്യത്തിലേക്ക് പോലീസ് അന്വേഷണം വൈകാതെ പോയേക്കും. ശരി. കാട്ടാക്കടയിലെ പോക്സോ കോടതി കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിലാണ് അട്ടിമറി സാധ്യത തള്ളാതെ പോലീസ് അന്വേഷണം തുടരുന്നത്.